ഏയ് അതൊന്നും പറയാൻ പറ്റില്ല. റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാ ഫുട്ടേജും എടുത്തേ പറ്റൂ. ഫോണുകളും ആ ലാപ്ടോപ്പും കിട്ടിയാൽ മാത്രമേ ഇനി നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. അറിയാലോ അതിന്റെ സീരിയസ്നെസ്. പിന്നെ നമ്മളിങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുന്ന കാര്യം പുറത്താരും അറിയാൻ പാടില്ല, ഇൻക്ലൂഡിങ് അവർ സബോർഡിനേറ്റ്സ്. ആ ശരി, ഞാൻ കാലത്ത് വിളിക്കാം. എന്താടാ? അളിയ, എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? അല്ല, അന്ന് ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് കിട്ടിയായിരുന്നോ? നീ അവനെ കണ്ടിരുന്നോ? ആരെ? ആ ഷാനു എന്ന് പറഞ്ഞ് അവതരിച്ചോനെ. ഇല്ല. എന്താ അളിയ? അല്ല, ഈ ലാപ്ടോപ്പ് തേടി അവൻ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോ അവൻ തിരിച്ചു വന്നോ? പിന്നെന്താ അളിയ ഇതുവരെ അത് പറയാഞ്ഞേ? ഞാൻ വേറെ കുറച്ച് തിരക്കിലായിരുന്നു. അവൻ വന്നിട്ട് എന്താ പറഞ്ഞേ? ലാപ്ടോപ്പ് കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് പോയി. എന്താടാ, അതിൽ കുഴപ്പം പിടിച്ച എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടോ? ഏയ്, ഒന്നുമില്ല അളിയ. ഒന്നുമില്ലെന്ന് നിനക്കെങ്ങനെ അറിയാം? ഒന്നുമില്ല പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? അത് പിന്നെ പൂജയുടെ ചില സർട്ടിഫിക്കറ്റുകൾ ഷാനുവിന് മെയിൽ ചെയ്ത് കൊടുത്തിരുന്നു. അതിപ്പോൾ അവളുടെ ഐഡിയിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പൂജയുടെ സർട്ടിഫിക്കറ്റ് എന്തിനാ ഷാനുവിന് കൊടുത്തത്? അത് പിന്നെ അവൻ ഞങ്ങളുടെ ചെയർമാൻ ആയിരുന്നല്ലോ. ഓ, അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അല്ലളിയ, അവനവിടെ വന്നിട്ട് വേറെന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കംപ്ലൈന്റ് എഴുതി തന്നിട്ട് പോയി. അല്ല, നീ എന്തിനാ അവനെ ഭയക്കുന്നേ? ഏയ്, എനിക്ക് ഭയമൊന്നുമില്ല. അവൻ തിരിച്ചു വന്നാലും നീ സന്തോഷിക്കല്ലേ വേണ്ടത്? അവനെ നീ അപായപ്പെടുത്തിയെന്ന് ഒരാ സ്ത്രീ പറഞ്ഞില്ലേ? എന്തിനാ? ഞാൻ പോലും വെറുതെ നിന്നെ സംശയിച്ചില്ലേ? ഇപ്പൊ ആ പ്രശ്നം സോൾവ് ആയില്ലേ? പിന്നെ നീ എന്തിനാ മറ്റു പുറകെ നടക്കുന്നേ? അവ എങ്ങോട്ടെങ്കിലും പോട്ടെ. അല്ല, നീ വല്ലതും കഴിച്ചായിരുന്നോ? വിളമ്പി വെച്ചിട്ടുണ്ട്, വന്നാ രണ്ടുപേർക്കും കഴിക്കാം. അല്ല, എന്താ അളിയനും കൂടി ഒരു രഹസ്യ ചർച്ച? പുതിയ വല്ല ഏടാ കൂടെ ഇവ ഒപ്പിച്ചോദ്ദത്തേട്ടാ. ഞാൻ എന്റെ ക്ലാസും മറ്റു കാര്യങ്ങളും ചോദിച്ചേ. അവനിപ്പോ ക്ലാസിന്റെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല. പ്രസവ ശുശ്രൂഷ എന്ന ഒറ്റ വിചാരേ ഉള്ളൂ, അല്ലേടാ? കണ്ടോ കണ്ടോ, അവൻ പോയി പോക്കണ്ടോ? എല്ലാം അവളുടെ ഉപദേശം. നീ എന്തിനാ വെറുതെ അവളെ കുറ്റം പറയുന്നേ? നിന്റെ അവനോടുള്ള അപ്രോച്ചും ഇപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലോ. എങ്ങനെയൊക്കെയാണെന്ന്? ഞാൻ എന്റെ ആങ്ങളയോട് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാ. അവൻ നന്നാവാൻ വേണ്ടിയില്ലേ ഞാൻ കുറ്റം പറയുന്നേ? അല്ല, എന്നാലും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അവന് വെറുതെ ദേഷ്യം പിടിക്കുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, അവനിപ്പോ എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്ന്. അവനിപ്പോ അവന്റെ ഭാര്യ മാത്രം മതി. എടോ, താൻ എന്നു മുതൽ ഇങ്ങനെ ആയത്? ഒരു ടിപ്പിക്കൽ മലയാളി നാത്തൂൻ. ആ ഗോമതേച്ചയുടെ കൂടെ കുത്തിയിരുന്ന മെഗാ സീരിയൽ കാണുന്നൊരു കുഴപ്പം ഇത്. എന്താ സീരിയലിനൊരു കുഴപ്പം? ജീവിതമല്ലേ അവര് പറയുന്നേ? അതിലും വലിയ സംഭവങ്ങളല്ലേ ലോകത്ത് നടക്കുന്നത്. പത്രവും സോഷ്യൽ മീഡിയയും മനുഷ്യന് തുറക്കാൻ വയ്യ. അതിലും ഭേദം മെഗാ സീരിയൽ തന്നെ. എന്താതി മുഖം വല്ലാതിരിക്കുന്ന? ഏയ്, ഒന്നുമില്ല. എന്താടോ തന്റെ കണ്ണിന് ചുറ്റും കറുപ്പ്? എവിടെ? താൻ കണ്ണാടി ഒന്നും നോക്കാറില്ലേ? ദാ നോക്ക്, കറക്റ്റ് അല്ലേ? വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തോ ഉണ്ടെന്നാ തോന്നുന്നത്. ഈ സമയത്ത് നല്ല പോഷകാഹാരം കഴിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം? ആ, ഞാൻ മൊബൈലിൽ കണ്ടതാ, ഒരു ഡോക്ടർ പറയുന്നേ. ഇതൊന്നും അല്ലടോ, ഉറക്കം ശരിയാവാത്തോണ്ടാ. തനിക്കെന്താ ഉറക്കമില്ലാത്ത? ഞാൻ പറഞ്ഞില്ലേ ടെൻഷനൊന്നും വേണ്ടാന്ന്. ടെൻഷനൊന്നുമില്ല. പിന്നെന്താ? എടോ, അവനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്താടോ?
അവൻ മടങ്ങി വന്നു. താൻ കണ്ടോ? ഇല്ല, ദത്തേട്ടൻ പറഞ്ഞതാ. ദത്തേട്ടനോ? ആ, അവൻ ഇന്ന് ഓഫീസിൽ ചെന്നിരുന്നു. എന്തിന്? ഷാനുവിൻ്റെ ലാപ്ടോപ്പ് അന്വേഷിച്ചു. അത് തിരികെ കിട്ടാൻ അവൻ റിട്ടേൺ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട്. അവന് എവിടെ നിന്ന് കിട്ടി ഇത്രയും ധൈര്യം? അതാണ് ഞാനും ആലോചിക്കുന്നത്. അതെ, എന്തേലും കുഴപ്പമുണ്ടാവോ? എന്ത് കുഴപ്പം? ഞാനില്ലേ ഇവിടെ. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, നാളെ മിക്കാറും മുത്തശ്ശി വരും. പിന്നെ എൻ്റെ ടെൻഷൻ പാതി കുറയും. തൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ വിശ്വാസം എനിക്ക് മുത്തശ്ശിയാ. പൊന്നു പോലെയാ. അല്ല, അതിനും അപ്പുറം മുത്തശ്ശി തന്നെ നോക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഭാഗ്യം ചെയ്തവരാ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലടോ. താൻ ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ പറയുന്നത്. ആഹാ, ചേച്ചിയുടെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ? നാളെ മോളുടെ മുത്തശ്ശി വരുന്ന ദിവസമല്ലേ? അതും ഇത്രയും ദിവസം ഭജനക്കഞ്ഞി മാത്രം കുടിച്ച് ജീവിച്ചിട്ട് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കണ്ടേ? ഞാൻ ഇത്തിരി പച്ചടി ഓലനും ഒക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുക. മേശപ്പുറത്ത് നിറയെ വിഭവങ്ങൾ കണ്ടില്ലല്ലേ? അമ്മയ്ക്ക് ചുണ്ടി പിടിക്കാം. എന്നാലും ചേച്ചി, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവളെ പുറത്താക്കാൻ പറ്റിയില്ലല്ലോ. മുത്തശ്ശി തിരിച്ചു വരുന്നതിന് മുൻപ് അവൾ ഇവിടുന്ന് ഓടിപ്പോന്ന് ചേച്ചി എനിക്ക് വാക്ക് തന്നല്ലേ? പോകാത്തത് നമ്മൾ രണ്ടുപേരുടെയും കുഴപ്പമല്ലല്ലോ മോളെ. അവളെ ഓടിക്കാൻ അറിയാവുന്ന സകല അഭ്യാസങ്ങളും ഞാൻ പയറ്റുന്നത് മോള് കണ്ടതല്ലേ? അവളെ ഒരു കാഞ്ഞ മോളാ. അവളങ്ങനെ ഒരു നടക്കൊന്നും പോകത്തില്ല. ചേച്ചി, അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ആദിയുടെ മനസ്സിൽ മറ്റൊരു പെണ്ണ് ചേക്കേറണം. അവളും ഇവളും തമ്മിലുള്ള മത്സരത്തില് ആദ്യം ഇവളെ പുറത്താക്കണം. ഇതൊക്കെ നടപ്പുള്ള കാര്യമാണ് മോളെ. വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? പക്ഷെ അങ്ങനെ ഒരു പെണ്ണ് വരുമ്പോ അവൾ എന്തുകൊണ്ടും പൂജയെക്കാളും യോഗ്യയായിരിക്കണം. അതിന് അങ്ങനെ ഒരു പെണ്ണിനെ എവിടെ കിട്ടാനാ? വരട്ടെ, നോക്കാം. അല്ല മോളെ, നമുക്ക് ആ സ്വാമിയമ്മയെ പോയി ഒന്ന് കണ്ടാലോ? എന്തിന്? പെണ്ണിനെ കിട്ടുമെന്നറിയാനോ? അയ്യോ, അതല്ല, ഇത് വല്ലതും നടപ്പിലാവുമോന്നറിയാനാ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ലല്ലോ. എനിക്കെന്തോ അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാ എനിക്ക് പോയില്ല. അവര് പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിന് നമ്മളാണ് ഉത്തരവാദി. അന്ന് നമ്മൾ അവളെ ആ തകിട് മറികടക്കാൻ സമ്മതിച്ചോ? ആമിമോളുടെ പേടിയായി കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത്. അന്ന് അവര് ചോദിച്ചല്ലേ അവളെ കൊല്ലണോ തളർത്തണോന്ന്? മോളല്ലേ പറഞ്ഞത് രണ്ടും വേണ്ടാന്ന്. പിന്നെ ഫലിക്കാൻ പാടാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ആ വിദ്യ പ്രയോഗിച്ചത്. അത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്നല്ലേ നമുക്ക് അവരെ ഒന്നുകൂടി പോയി കണ്ടാലോ? എന്നിട്ട് ഇനിയിപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് അഭിപ്രായങ്ങളൊന്നുമില്ല. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ. കൊല്ലുകയോ തിന്നുകയോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ചേച്ചി, നമുക്ക് എങ്ങനെ അവളെ ഒഴിവാക്കണം?